നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 48 hours നിങ്ങളുടെ റിലേഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് തുടങ്ങുന്നുണ്ടോ? അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കിട്ടിയാൽ ചെയ്യുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ നെക്സ്റ്റ് 48 hours എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന ചേഞ്ചസ് എന്താണ്? എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമോ? എന്തെങ്കിലും കോളോ മെസ്സേജസോ റിസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? 7 of Swords, the Justice, 5 of Wands. Okay, I understand. That's it. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഈ റിലേഷനിൽ ഒരു 48 hours എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, Knight of Pentacles, Knight of Cups, and 5 of Swords. Bottom of the deck, 2 of Wands. Okay, it's okay. See, 48 hours എനർജീസിൽ നമുക്ക് ഫസ്റ്റിലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു റിലേഷൻ, നിങ്ങളുടെ റിലേഷൻ നൈസായിട്ട് പോകുന്നൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 48 hours നിങ്ങളുടെ റിലേഷൻസിൽ ഒരു വലിയൊരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷസ് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന വഴക്കും പ്രശ്നങ്ങളും ആകാം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് ശേഷം ഒരാൾ റൺ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരാൾ റൺ ചെയ്ത് പോകുന്നുണ്ടാകാം. പിന്നെ ഈ റിലേഷൻ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ ഒരു കാർമിക് സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിട്രോഗ്രേഡിൻ്റെ എനർജീസ് ആണ് മെയിനായിട്ട് ഇവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ആക്കുന്നുള്ളത്. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു ടൈമിൽ വളരെ സൂക്ഷിച്ചും കണ്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം. അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് വഴക്കും പ്രശ്നങ്ങളും ഈ ടൈമിൽ ഉണ്ടാകുമ്പോൾ. നിങ്ങൾക്ക് ഒരു റീഡിംഗ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്കൊന്ന് റീഡിംഗ് അപ്ലോഡ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വഴക്കും പ്രശ്നങ്ങളും കഴിഞ്ഞിരിക്കുന്ന ഒരു എനർജീസും ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങളത് കാണുന്നതിന് മുമ്പ്, നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴക്കും പ്രശ്നങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? ജസ്റ്റ് ആ ഒരു റിട്രോഗ്രേഡിൻ്റെ ഇഷ്യൂസാണ് നിങ്ങൾക്ക്. അല്ലാതെ ആളുടെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം നെഗറ്റീവായിട്ടുള്ള വെയിൽ വരുന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻ സെപ്പറേഷനാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയൊരു എനർജീസിലാണുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ഒരു കണക്ഷൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ടൈമിൽ ഈ ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ്, അതായത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നൈസായിട്ട് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഫെയർ, ജസ്റ്റിസ്. ഓക്കെ, ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഈ ഒരു ടൈമിൽ. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ലാത്തൊരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ്പോൺമെൻറ്റ്, ഒരു എന്താ പറയുക, ട്രാവലിങ്ങിൻ്റെ കാർഡും സെയിം എനർജീസാണ്, പോസ്റ്റ്പോൺമെൻറ്റിൻ്റെ എനർജിയാണ്. ട്രാവലിംഗ് മീൻസ് ഇത് പറയുന്നൊരു ഇന്നർ മീനിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറാക്കിൾ ലെവലിൽ ട്രാവലിംഗ് മീൻസ് നമ്മൾ വിചാരിക്കും ട്രാവൽ ചെയ്യുന്നൊരു എനർജിയാണെന്ന്. പക്ഷേ ഇത് ട്രാവൽ ചെയ്യുന്നൊരു എനർജിയല്ല. ഇപ്പം ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറുന്ന ടൈമിൽ നമ്മൾ ആ ഒരു സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നൊരു എനർജി ഉണ്ടല്ലോ, അതിനെയാണ് മെയിനായിട്ടും ട്രാവലിംഗ് കാർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തിനേയും സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന എബിലിറ്റി ഉള്ളൊരു എനർജി, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് മെയിനായിട്ടും നമ്മൾ ട്രാവലിംഗ് കാർഡ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. 8 എനർജീസാണ്, അതായത് 8 of Wands എനർജി. ഓക്കെ, ആ ഒരു എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ഇതുവരെയുള്ള സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ ഇടയിൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അതുപോലെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോവാണ്. നിങ്ങൾ തന്നെ സഡൻലി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക്
ഈ ഒരു വ്യക്തി എങ്ങനെ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആയത്, എങ്ങനെ ഇയാൾക്ക് ഇത്രയും വലിയൊരു ചേഞ്ചസ് വന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ലിറ്ററലി ഒരു എക്സോഷൻ്റെ എനർജീസ് ആണ്. നിങ്ങൾക്കൊരു മൊത്തത്തിലൊരു നിരാശയാണ്. ഇതിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ റിലേഷൻ. നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ടില്ല പൊതുവെ. സോ നിങ്ങളിപ്പം ഈ ഒരു ടൈമിൽ ഇനിയിപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലേസിനെസ്സിൻ്റെ എനർജിയിലേക്ക്, കാരണം നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, സെൽഫ് കെയർ ചെയ്യുന്നു, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. സോ ആ ഒരു ലേസിനെസ്സിൻ്റെ എനർജീസിലാണ് നിങ്ങൾ. 9 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലേസിനെസ്സിൻ്റെ കാർഡ്. അതായത് ഒരു ബൗണ്ടറി നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ആ ഒരു വ്യക്തി, പക്ഷേ നിങ്ങളെന്നാലും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകും. ഇവരുടെ ഉള്ളിൽ ഈ ഒരു റിലേഷനെ എന്തെങ്കിലും ഒന്ന് ഇതിലൊരു ചേഞ്ച് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച് ഇവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഡോണ്ട് വറി, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ട്രെസ്ഡും അല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ശരീരം ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ ഹെൽത്ത്, ഫുഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെയൊക്കെ ഹാപ്പിയാക്കി വെച്ച് ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു എനർജീസാണ് എനിക്ക്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. ലിറ്ററലി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചപ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വോർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. The full card. Harmony. See, for those who are expecting a commitment in this relationship, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും കിട്ടാനായിട്ടുള്ള ചാൻസസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു വ്യക്തി എന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് ആക്കിപ്പോയി, അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളൊരു വകുപ്പില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടും ഈ റിലേഷനിൽ. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിലാണ് ഒരു ഹാർമണി ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്, ഒരു 10 ഓഫ് കപ്സ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുള്ളപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ റിലേഷനിൽ ഇപ്പം ജസ്റ്റ് ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ അല്ലെങ്കിൽ ഇതിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി റിട്ടേൺ വരുന്നുണ്ടാവും. കാരണം 7 ഓഫ് സോഴ്സിൻ്റെ കാർഡ് എക്സാക്റ്റ് എന്താണ് പറയുന്നുള്ളത്, ഈ ഒരു 7 ഓഫ് സോഴ്സ് കൊണ്ട്, അതായത് ഈ 5 സോഴ്സ് കട്ടെടുത്തിട്ട് ഈ ഒരു വ്യക്തി ഓടുകയാണ്. പക്ഷേ ഈ 5 സോഴ്സ് ഉണ്ടെങ്കിലും 2 സോഴ്സിലോട്ടാണ് ആളുടെ കണ്ണ് ഓടുന്നത്. ഫ്രണ്ടിലേക്ക് ഓടുന്നുണ്ട്, പക്ഷെ ബാക്കിലേക്ക് നോക്കി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? ഇയാൾ ഓടിയിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. ഡസൻറ്റ് മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ, ആൾ ഓടിയിട്ടുണ്ട് ശരിയാണ്. പക്ഷേ എങ്കിൽ ആൾ തിരിച്ചു വരും. കാരണം ആ ഓടിയിട്ടുള്ള ഓട്ടം അത് ഒറ്റ ഓട്ടം ഓടിയതല്ല, തിരിഞ്ഞ് നോക്കാത്ത രീതിയിൽ. അതുപോലത്തെ ഒരു ഓട്ടം അല്ല അത് ഓടിയിട്ടുള്ളത്. ആൾ ഓടി, പക്ഷെ സ്റ്റിൽ ഈ റിലേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു 2 സോഴ്സസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ 5 സോഴ്സസ് കയ്യിലുണ്ടെന്നുള്ളതല്ല. അതായത് ആ 2 സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുള്ളതുപോലെ ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ തരുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളുള്ളപ്പോൾ കിട്ടുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവർക്ക് എവിടുന്നും. മനസ്സിലായോ? സോ അതോർത്തിട്ട് നിങ്ങൾ പറയണമൊന്നും ആവണ്ട. ഇപ്പോൾ ആളുകൾ നമ്മളിൽ നിന്ന് റൺ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എനർജീനെ എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹവും ലവും ഒക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ മലയാളം വേർഡ്, അത് അവർ അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോട്ട്സ് വരുമ്പോഴേക്കും ചില ആളുകൾ ഓടാറുണ്ട്. കാരണം ഇമോഷണൽ വൾനറബിലിറ്റി, ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവാനുള്ളൊരു ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക്. ഈ പ്ലേയേഴ്സൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ലിറ്ററലി ഇങ്ങനെ, അതായത് ഇമോഷൻസ് ഇല്ലാത്ത ആളുകൾ. അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അത് ബാലൻസ് ചെയ്യാനായിട്ട് ആവോളം ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തികളാണ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അതായത് അങ്ങനെയുള്ള ഒരാളാണ് ഈ 7 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ള ഒരാൾക്ക് അത് അങ്ങനൊരു വ്യക്തി ആയിത്തീരുന്നതിനുള്ളൊരു റീസൺ എന്താണ്? അവർക്ക് ആ ഒരു കെയറോ ലവോ ഒന്നും വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടേണ്ട ആ ഒരു ടൈമിൽ. അതുകൊണ്ട് അവരുടെ മനസ്സത്രയും കല്ലായി പോയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു എനർജി വയ്ക്കും. പക്ഷെ അത് വീണ്ടും അതുപോലെ അവർ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു സ്നേഹം കിട്ടുമ്പോൾ അവർ ഹേർട്ടാകുമോ എന്നുള്ളൊരു ഫിയർ കൊണ്ടാണ് അവർ റൺ ചെയ്യുന്നുള്ളത്. ഓക്കെ,
സോ ഈ എനർജീസാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഡള്ളാവേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ ഞാൻ കൊടുത്തല്ലോ, ഇനിയിപ്പം അതൊരു മണ്ടത്തരമായി പോയി. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എബിലിറ്റിയാണ് നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് ലോകത്ത് ആർക്കാണ് ജെനുവിനായിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക? മൊത്തം ഫേക്കായിട്ടുള്ള ആളുകളാണ്. ഒരാൾക്കും ജെനുവിനായിട്ട് എപ്പോഴും നമ്മളിപ്പം എന്തെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു കപ്പിൾസ് എനർജീസ് ആയി എന്താണെങ്കിലും അവർ സ്നേഹിക്കുന്ന എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തി അത്രയും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിൽ അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കഴിവാണ് നിങ്ങൾക്ക്. അതുപോലൊരു കഴിവുള്ള ആളുകൾ വളരെ റെയറാണ്. സോ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങളെ തന്നെ. നിങ്ങൾക്ക് അത്രയും സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങളൊരാളെ ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് സ്നേഹിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫീലിങ്സിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഒരു എനർജിയിൽ നിൽക്കുക. ഞാനത് വെറുതെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല, കാരണം നമുക്കറിയാം എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ള ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിട്ട് ഡൗൺ ആവുക. അങ്ങനെ പലരും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയ ആളെ സ്നേഹിച്ചതെന്നാണ് എല്ലാവരും മിക്കവരും പറയുന്നുള്ളത്. ഓക്കെ, അത് എന്താ പറയുക, നമുക്കെപ്പോഴും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അതുപോലെ കാണും. ഞാൻ അവരെ സാധൂകരിച്ച് പറയുന്നതല്ല. പക്ഷേ എപ്പോഴും നമുക്ക് എത്ര മോശമായിട്ടുള്ള ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും, റിലീജിയസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും നമ്മൾ ലവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയൊരു ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. യൂണിവേഴ്സിലേക്ക് അത്രയും എനിക്കൊരാളെ സ്നേഹിക്കാനുള്ളൊരു കഴിവ് കിട്ടി. അത് വലിയൊരു കാര്യം. ലോകത്തുള്ള ആർക്കും അതില്ല. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. ഇപ്പം ഈ ഒരു വ്യക്തി ഇവിടെ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ട്വിൻ ഫ്ലെയിം ജേണീസ് ഒക്കെ ആയിരിക്കാം. കുറച്ച് പേർക്കൊക്കെ സോൾ കണക്ഷൻസ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം ഉള്ളത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഒരുമിച്ച് കണക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഇത് ഫീൽ ചെയ്യുന്നത്, ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ റിലേഷനിൽ ഒരു ചേഞ്ചസ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഫേവറിൽ ടൈം വരാൻ പോവുകയാണ്. വിതിൻ 10 days, 10 months, 12 days, 12 വീക്സിനൊക്കെ ഉള്ളിൽ മിക്കവർക്കും ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ റിലേഷനിൽ ഒരു വിതിൻ 10 വീക്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതൊരു ആക്ഷൻ ഫോമിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചിലർക്കൊക്കെ 12 ഡേയ്സിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഫേവറിലേക്ക് ടൈം വരാൻ പോവുകയാണ്. സോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക അതിനുവേണ്ടി. ബിക്കോസ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ് വന്നത്. ഈ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഇവിടെ വരുമ്പോൾ തന്നെ ഏറ്റവും വലിയ ലക്കിനെയാണ് കാണിക്കുന്നത്, വീൽ ഓഫ് ഫോർച്യൂൺ. സോ ബി പ്രിപ്പയർ. ഓക്കെ, സോ ഈ ഒരു ഹാർമണിക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു യൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അയ്യോ അയാൾ വരുമല്ലോ എന്നുള്ള രീതിക്ക് വെയിറ്റ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സെയിം ഈ ലേസിനെസ്സിൻ്റെ കാർഡിലേക്ക് തന്നെ ഇരിക്കുക. ഇത് 9 of Cups. ഈ 9 of Cupsൻ്റെ എനർജിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. സെൽഫ് ലവ് ചെയ്യുക. ഈ ഒരു വ്യക്തിയെ കണ്ടില്ലേ, ഇയാൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഒന്നും അറിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ബൗണ്ടറീസാണ് ആ ചുറ്റും ഉള്ളത് ആൾക്ക്. കണ്ടില്ലേ, ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള മൊമെൻറ്റ്സിനെ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പേഴ്സണൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു ടൈമിൽ ഈ റിലേഷനിലും നിങ്ങൾക്ക് ഷിഫ്റ്റ് കാണാൻ പറ്റും. ഇപ്പം ഒരു വ്യക്തിയെ നമ്മൾ ചേസ് ചെയ്യുന്നത് കൊണ്ടല്ല അവർ നമ്മുടെ വോർത്ത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആബ്സെൻസിലാണ് അവർക്ക് നമ്മളുടെ വോർത്ത് മനസ്സിലാവുന്നുള്ളത്. ഓക്കെ, എപ്പോഴും നമ്മൾ അയ്യോ അവർ പോവുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ അവരുടെ പുറകെ ചേസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങളത് എപ്പം നിങ്ങളില്ലായ്മ എന്നുള്ളൊരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നോ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഓർത്ത് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തിക്ക്. സോ നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും പറയുന്നത് നിങ്ങൾ ആരെയും ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവർക്ക് മനസ്സിലാവണം അവരുടെ ലൈഫിൽ എത്രമാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ റിയലൈസ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.